MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് സിറാജുദ്ദീൻ അൽകാസിമി പത്തനാപുരം റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ബയാനിലേക്ക് അൽഹംദുലില്ലാ എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സ്പോൺസർമാർ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 6ാമത്തെ ദിനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരറിവ് പഠിക്കുകയും ആ അറിവ് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാ അള്ളാഹു തന്ന ആയുസിൽ നിന്ന് ഒരര മണിക്കൂർ അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാൻ, അള്ളാഹുവിൻ്റെ നൂറ് ആയ ആ ദീൻ കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ട് അറിവുകൾ ജീവിതത്തിൽ ചെയ്യുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ അറിവെന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിരി വൽ അലാനിയ. നബി തങ്ങൾ പഠിപ്പിക്കുന്ന 1ാമത്തെ അറിവ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യ ജീവിതത്തിലും നമ്മളുടെ പരസ്യ ജീവിതത്തിലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, ഇഖ്ലാസ് ഉള്ളവരാവുക. പരസ്യമായി നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളെ പോലെ നിസ്കാരവും ദിക്റും ദുആയും എല്ലാവരും നല്ലവൻ നല്ലവൻ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ രഹസ്യമായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇഖ്ലാസ് ഇല്ലാതെ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാളുടെ അകവും പുറവും ഒന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ പ്രവർത്തനം രണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം, ഒരു വാപ്പ തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശം അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാം. ലുഖ്മാൻ ഹക്കീം തങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്.
അതിനകത്ത് ഒരു വാപ്പ തന്റെ മകന് കൊടുക്കുന്ന കുറെ ഉപദേശങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനകത്ത് ലുഖ്മാൻ ഹക്കീം തങ്ങള് തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്ക്. നിന്റെ രഹസ്യമായ ജീവിതത്തിലും നമ്മുടെ പരസ്യമായ ജീവിതത്തിലും നമ്മൾ അള്ളാഹുവിനെ ഭയക്കണം, ഇഖ്ലാസ് വേണം. ഏതൊരു അമലും, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അരമണിക്കൂർ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എൻ്റെ മനസ്സിന്റെ ലക്ഷ്യം ഈ ക്ലാസ് കേട്ടിട്ട് ഇയാൾ നല്ല പ്രസംഗിക്കണ ആളാ, നല്ല പറയണ ആളാ എന്ന് ജനങ്ങൾ കരുതണം എന്നൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിലെങ്കിൽ ഈ അരമണിക്കൂർ നോമ്പ് പിടിച്ചുകൊണ്ട് ഞാൻ ഈ കിടന്ന് അലയ്ക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറയും, നീ അവര് കാണാൻ വേണ്ടിയല്ലേ ചെയ്ത് അവരുടെ അടുക്കൽ പോയി ചോദിച്ചുകൊള്ളാൻ. അത് എത്ര വലിയ പാപമാണെന്നറിയൂ. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നാളെ പരലോകത്ത് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ നമ്മൾ നോമ്പ് പിടിച്ചിരിക്കുന്നു, എല്ലാവരും പറയണം ഞാൻ നോമ്പുകാരനാ, വലിയ നോമ്പ് പിടിക്കുന്ന ആളാ, റമദാൻ മാസം ഇങ്ങനെ ചെയ്യുന്ന ആളാ, ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന ആളാ എന്ന് ജനങ്ങൾ പറയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ സ്വഹാബത്ത് അത്രത്തോളം ഭയന്നിരുന്നു ഓരോ കാര്യങ്ങൾ. ഇവിടെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയില്ലായിരുന്നു. അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിട്ടാണ് ഈ രഹസ്യമായി ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുണ്ടെന്ന അവരുടെ പ്രതിഫലം തന്നെ പറയുന്നത്, അവർ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലൂടെ പറവകളെ പോലെ പറന്നു പോകുന്ന ഒരു വിഭാഗമുണ്ടത്രേ. അവർ ആകാശത്ത് നാളെ പരലോകത്തുകൂടെ പറന്നു പോകും. അവർ പറന്ന് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അവിടെ നിൽക്കുന്ന മലക്കുകൾ പോലും ചോദിക്കുന്നു, നിങ്ങൾ ആരാ? നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നല്ലോ സ്വർഗത്തിൽ, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? നിങ്ങൾ നരകം താണ്ടിയിട്ടാണോ വന്നത്? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ ആരാ ഇത്രയും പെട്ടെന്ന് എല്ലാവരും വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വർഗത്തിൽ വരാൻ നിങ്ങൾ ചെയ്ത പുണ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവെ രഹസ്യമായിട്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവെ പടച്ച റബ്ബ് കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടെ നമ്മൾ എല്ലാം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നമ്മൾ അമലുകൾ ചെയ്യാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ ഇഖ്ലാസുള്ള അമലുകളായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് നമ്മുടെ മുഖത്തേക്ക് തന്നെ ഇത് വലിച്ചെറിയും. നിന്റെ നോമ്പെനിക്ക് വേണ്ട, നിന്റെ സദക്ക എനിക്ക് വേണ്ട, നീ ഖുർആൻ ഓതിയത് വേണ്ട എന്ന് പറഞ്ഞ് നാളെ നമ്മൾ ചെയ്തു വെച്ച നന്മ മുഴുവനും നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യും സഹോദരങ്ങൾ നമ്മൾ? അതുകൊണ്ട് ഏത് അമല് ചെയ്യുമ്പോഴും ഇഖ്ലാസ്, പരസ്യമായി നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ്, മാറിക്കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറുകയാ. അതൊരിക്കലും നല്ലതല്ല. എപ്പോഴും നമ്മുടെ അകവും പുറവും നല്ല, പരസ്യവും രഹസ്യവും ഒന്നായാൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ട് തന്റെ മരണം അടുത്തപ്പോൾ അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണം. ഉമർ തങ്ങളെ തെരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചേ. പക്ഷെ ഉമർ തങ്ങളെ കുറിച്ച് അബൂബക്കർ തങ്ങൾ പറയുന്നത്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ, പരസ്യമായി നോക്കിയാൽ എല്ലാത്തിനും ഉമർ മുൻപന്തിയിലുണ്ട്. പക്ഷേ ഉമറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. ഉമറിന്റെ രഹസ്യ ജീവിതം എന്താണെന്ന് അറിയണമല്ലോ. ആ രഹസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആൾക്കല്ലേ അധികാരം കൊടുക്കുക, അല്ലാതെ കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. ഉമർ തങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുന്ന ഒന്നാമത്തെ ഉപദേശം, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ നസീഹത്ത്, ഒന്നാമത്തെ അറിവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ പരസ്യത്തിലും നിന്റെ രഹസ്യത്തിലും നീ ഇഖ്ലാസ് ഉള്ളവനാകണം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ജീവിതത്തിലെ
സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറയുന്നു, നീ നീതി പുലർത്തണം. എപ്പോഴാണ് നീ നീതി പുലർത്തേണ്ടത്? നീ നല്ല സന്തോഷവാനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ നീ കോപത്തിലായിരിക്കുന്ന സമയത്തും നീ നീതി പുലർത്തണേ എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഒരു അധികാരത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളാ. നിനക്ക് ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ നിനക്ക് ദേഷ്യമുള്ള ആൾ, രണ്ടുപേരോട് നീ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നീ നീതി മാത്രമേ അവിടെ പുലർത്താൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരിക്കലും നമ്മൾ അനീതി ഒരിക്കലും കാണിക്കാൻ പാടില്ല. അയാൾ എന്നെ ആക്രമിച്ച ആളാ, അയാൾ എന്നെ വേദനിപ്പിച്ച ആളാ, അതുകൊണ്ട് അവസരം കിട്ടിയപ്പോ അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമായി കണ്ട് അവനോട് അക്രമം പ്രവർത്തിക്കുന്നവരാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. പരിശുദ്ധമായ കഅബാലയം നമുക്കറിയാം. നബിതങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് മക്ക. ആ മക്കയിൽ നിന്ന് നാട് കടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിതങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മലയുടെ മുകളിൽ കയറി നിന്നിട്ട് മക്ക നോക്കിയിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട്, നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ ആ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അത്ര സങ്കടത്തോടെയാണ് നബിതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയത്. മക്ക വിജയിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്ക വിജയിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരണാധികാരിയായിട്ട് അധികാരിയായിട്ട് മക്കയിലേക്ക് തിരിച്ചു വരികയാ. അന്ന് ഖുറൈശികൾ ന്യൂനപക്ഷമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ബലം നഷ്ടപ്പെട്ടു പോയി, അധികാരം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാതെ വന്നു. നബി തങ്ങളുടെ നിലപാട് എന്തായിരുന്നു സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ആട്ടി ഓടിച്ചവരല്ലേ, വേദനിപ്പിച്ചവരല്ലേ, ഒരുപാട് സങ്കടപ്പെടുത്തിയവരല്ലേ, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നബിതങ്ങളെ നാട് കടത്തിയില്ലേ? ആ പ്രവാചകൻ ആ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കില്ല. തന്നെ ആക്രമിച്ചവരാണ്, തന്നെ വേദനിപ്പിച്ചവരാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ സഹോദരങ്ങളാണ് പൊട്ടക്കിണറ്റിലിട്ട് കൊല്ലാൻ നോക്കിയത്. കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലാൻ യൂസുഫ് നബി എറിഞ്ഞത് സ്വന്തം സഹോദരങ്ങളാ. അവസാനം ആ പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് യൂസുഫ് നബി അലിഹിസ്സലാം ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായി അവസാനം തന്നെ കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ മുമ്പിൽ വന്നു. ആ സമയത്ത് യൂസുഫ് നബി അലിഹിസ്സലാം പറഞ്ഞത്, ഇത് ഹബു അൻതും ഖുലഖ, അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി. ആ മറുപടിയാണ് നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പൊക്കോളിൻ, നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ. നിങ്ങൾ നബിതങ്ങൾ അവിടെ നിന്ന് അവരെ ഒന്നും ചെയ്യാതെ അവരെ എന്തും ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും നബിതങ്ങൾ അവരെ വെറുതെ വിട്ടു എന്ന്
എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഅബ ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ പോലും നബി തങ്ങളെ സമ്മതിക്കാത്തവരായിരുന്നു ഖുറൈശികൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അൽഹംദുലില്ലാ പരിശുദ്ധമായ മക്കയിൽ വന്നപ്പോൾ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ താക്കോൽ, പരിശുദ്ധമായ കഅബയുടെ താക്കോൽ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. നബിതങ്ങളുടെ കയ്യിലേക്ക്, ആ ഖുറൈശിയായ ഒരാളുടെ കയ്യിലായിരുന്നു താക്കോൽ ഇരുന്നത്, ആ താക്കോൽ പിടിച്ചു വാങ്ങിയിട്ട് നബിതങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. കഅബാലയമൊക്കെ തുറന്നു, ഇബാദത്തുകളൊക്കെ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാർ തങ്ങൾ പറഞ്ഞു, എനിക്കിതാ നബി ആ താക്കോല്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താക്കോല് ആ ഖുറൈശിയായ ആ മനുഷ്യന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു. അതാണ് അമാനത്ത്. അവിടെ നിന്ന് തിരിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ അവകാശം അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് ആ താക്കോല് നബിതങ്ങൾ തിരിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നീതിയുള്ളവരായിരിക്കണം. നമ്മൾ സന്തോഷത്തിന്റെ വേളയിലും കോപത്തിന്റെ വേളയിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നീതിയുടെ വിഷയത്തിൽ ഒരു വ്യത്യാസം കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങൾ മൂന്നാമതായി പഠിപ്പിക്കുന്ന ഹദീസ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും നീ മിതത്വം പാലിക്കണം. നിനക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാരിക്കോരി ഇങ്ങനെ അനാമത്തായി ചെലവഴിച്ച് അടിച്ചു പൊളിച്ച് കളയാൻ പാടില്ല. അല്ലാഹു തന്ന വലിയൊരു നിഅമത്താണ് സമ്പത്ത്. അപ്പൊ അത് നമ്മൾ പരീക്ഷണ വസ്തുവാ. താടിയിൽ തഴമ്പും കണ്ടിട്ട് അല്ലാഹു തന്നതല്ല, അത് തന്നിരിക്കുന്നത് ഒരു പരീക്ഷണ വസ്തുവാണ് സമ്പത്ത്. അതൊരു ലഹരിയാണ്. കള്ളിന് ലഹരിയുണ്ട്, അതുപോലെ സമ്പത്തിന് ലഹരിയുണ്ടെന്ന. അപ്പൊ അത് അള്ളാഹു തന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാരിക്കോരി കൊടുക്കാനും പാടില്ല. ഇനി ദാരിദ്ര്യം വന്നു, നിന്റെ കയ്യിൽ ഇല്ല, ആ സമയത്ത് ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കാനും പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ പ്രയാസത്തിന്റെ സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ വലിയ ഒരു ഉപദേശം, നിന്റെ കയ്യിൽ സമ്പത്തുണ്ടാകുന്ന സമയത്ത് നീ വാരിക്കൂരി അനാമത്തായിട്ടത് ചെലവഴിച്ച് കളയരുത്. 2, ഇല്ലാതെ വരുന്ന സമയത്ത് ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കാതെ ഇരിക്കരുത്. അവനവൻ ആവശ്യമുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാന, എത്രയോ പാപങ്ങൾ. നമ്മളൊക്കെ സുഭിക്ഷമായി നോമ്പ് മുറിക്കുന്ന സമയത്ത് ഏത് തിന്നണമെന്ന് നമുക്കറിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന്റെ പ്രതികാരം ചെയ്യുന്നത് പോലെയാ ഇന്നത്തെ നോമ്പ് തുറയൊക്കെ നടക്കുന്നത്. കരിച്ചതും പൊരിച്ചതും വറുത്തതും മുമ്പിൽ കൊണ്ടുവച്ചിട്ട് മത്സര രീതിയിലാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ആ നോമ്പ് മുറിക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഈത്തപ്പഴവും വെള്ളവും കഞ്ഞിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പാവങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ പരിസരങ്ങളിലുമുണ്ട്. സഹോദരങ്ങളെ, നാം അവരെ കണ്ടില്ല എന്ന് നടിക്കരുത്. നാം അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവരുടെ കണ്ണുനീരൊപ്പുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഒന്നാമതായിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇഖ്ലാസ് ഉണ്ടാകണം. പരസ്യമാണെങ്കിലും രഹസ്യമാണെങ്കിലും. അൽഹംദുലില്ലാഹ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നമ്മൾ നിസ്കാരം പെട്ടെന്ന് പൂർത്തീകരിക്കും. 4 പേര് കാണാനുണ്ടെങ്കിലോ, 4 പേര് കാണാനുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരമൊക്കെ നീണ്ടുപോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതിന്റെ പ്രതിഫലം ആ 4 പേരുടെ മുമ്പിൽ നിന്ന് വാങ്ങേണ്ടി വരും, അള്ളാഹുടെ മുമ്പിൽ നിന്നൊന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളിൽ, രഹസ്യ ജീവിതമാണെങ്കിലും പരസ്യ ജീവിതമാണെങ്കിലും, ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയണം. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക്, അവർ എങ്ങോട്ടും അള്ളാഹു നോക്കത്തില്ല. എപ്പോഴും നീ മിതത്വം പാലിക്കണേ എന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ച ഈ 3 നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും അൽഹംദുലില്ലാഹ് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അൽഹംദുലില്ലാഹ് മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഹലാല് ഭക്ഷിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ജീവിക്കുവാൻ, ഹലാല് ധരിക്കുവാൻ, ഹലാല് ഭക്ഷിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. നിന്നെ വരവേൽക്കാനും
മൈ വെഡിങ് മൈ MK ഫാബ്രിക്സ് MK റോഡ് കൊല്ലം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാ മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar launch has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റൂ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോ എന്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നബിതങ്ങൾ പറഞ്ഞു, നീ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറ്. നല്ല രീതിയിൽ വേണം ജനങ്ങളോട് പെരുമാറാൻ, മോശമായ രീതിയിലല്ല, നല്ല രീതിയിൽ വേണം പെരുമാറാൻ. എല്ലാവരോടും നല്ലത് സംസാരിക്കുക. നമ്മൾ നോമ്പുകാരാണ്, നമുക്ക് വെറും വയറിന് മാത്രം പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധാക്കണം. നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ ശുദ്ധമാക്കാൻ കഴിയണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഏഷണിയും പരദൂഷണവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം അവരെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന മിൻ അഹബ്ബികും ഇലൈക ഫഅഖറബികും മിൻ മജ്ലിസിൻ യൗമൽ ഖിയാമ. നബി തങ്ങൾ പറയുന്നു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും അടുത്തതാരാ? നബിതങ്ങളിലേക്ക് നാളെ ഏത് മനുഷ്യനും ആഗ്രഹിച്ചു പോകും ആ നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, ആ നബിതങ്ങളുടെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് ആ നബിതങ്ങളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നവരല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോഹമല്ലേ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ ഒന്ന് കാണുക എന്നുള്ളത്, ആ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടുക എന്നുള്ളത്, ആ മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ആ ഹൗലുൽ കൗസറിലെ പാനീയം ഒന്ന് വാങ്ങിച്ചു കുടിക്കണമെന്ന് കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നബിതങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നബിതങ്ങൾ സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ആ നബിതങ്ങളുടെ അടുക്കൽ പോയി നിൽക്കാൻ, ആ നബിതങ്ങളുടെ സാമീപ്യം നേടിയെടുക്കാൻ, ആ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ? നബിതങ്ങൾ പറയുകയാ, ഏറ്റവും നല്ല രീതിയിൽ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമുള്ളവർ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ നാളെ എൻ്റെ അടുക്കൽ ഏറ്റവും അടുത്തവരാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാവ് അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ചീത്ത പറയുകയോ നിങ്ങളെ വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ മോശമായ കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്ന സമയം നീ പറയണം, മനസ്സായിമുൻ, ഞാൻ നോമ്പുകാരനാ. എൻ്റെ പ്രിയപ്പെട്ടവര്, നോമ്പുകാരനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോട് ആരും സംസാരിക്കാൻ വരില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനൊരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം. ഒരു നോമ്പുകാരൻ ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലിയ. നിസ്കരിക്കും മറ്റുള്ള കാര്യങ്ങളല്ല, ഒരു നോമ്പ് പിടിച്ച മനുഷ്യന്റെ ഉറക്കം പോലും ഇബാദത്താ. പാപം ചെയ്യുന്നില്ലല്ലോ സഹോദരങ്ങളെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ.
നമ്മൾ പക്ഷെ നിസ്സാരമായിട്ട് നമ്മൾ വെറുതെ പട്ടിണി ഇരുന്നിട്ട് ആ പട്ടിണി കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പിന്റെ പ്രതിഫലം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്തായി പറഞ്ഞു തന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല സ്വഭാവം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ സംസാരങ്ങൾ, സർവ്വകാര്യങ്ങളും മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുന്നതാകാൻ പാടില്ല, ഒരാളെ ദ്രോഹിക്കുന്നതാകാൻ പാടില്ല. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഥിയായി തന്ന റമളാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു പവർ കൊടുത്തിരിക്കുന്ന വിശുദ്ധമായ റമളാൻ. ആ റമളാൻ മാസത്തിൽ നന്മകൾ ചെയ്ത് അൽഹംദുലില്ലാ നമുക്ക് അല്ലാഹുവിലേക്ക് എത്രത്തോളം അടുക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവുക. അൽഹംദുലില്ലാ, ചോദ്യങ്ങളിൽ നിന്ന് ഏറ്റവും ഒന്നാമതായി നല്ല ചോദ്യം, ഏറ്റവും നല്ല ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ MK സിഗ്നേച്ചർ ആണ്. അൽഹംദുലില്ലാ, അവരാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിരിക്കുന്നത്. അൽഹംദുലില്ലാ, സംഗേഴ്സ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് അവരുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറഫ ഗോൾഡ് അട്ടക്കുളങ്ങര. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന, ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ചോദ്യം അൽഹംദുലില്ലാ തെരഞ്ഞെടുക്കുകയും അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രകൃതി ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ ഷഫീഖ് ഡോക്ടറാണ്. അൽഹംദുലില്ലാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വേണ്ടി രോഗികളായി കടന്നു വരുന്ന എല്ലാ രോഗികൾക്കും അല്ലാഹു പരിപൂർണ ശിഫാ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം അൽബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുംമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങളായിട്ട് ഈ അൽബയാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ MK ഫാബ്രിക്സ് കൊല്ലം, ആ സഹോദരങ്ങളാണ്. അൽഹംദുലില്ലാ, അവരാണ് എല്ലാ വർഷവും ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബ്, ഈ മൂന്നും കൂടപ്പുറപ്പുകളാണ്. അൽഹംദുലില്ലാ, ഏത് കാര്യത്തിനും അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബിസിനസ്സിലൊക്കെ വലിയ അഭിവൃദ്ധി, അൽഹംദുലില്ലാ, ജനങ്ങളെ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്രസ്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതി അറിയിക്കുകയും കഴിവിന്റെ പരമാവധി അൽഹംദുലില്ലാ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഉത്തരങ്ങൾ പറഞ്ഞു തരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ നാളെ ഇതേ സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതേ ചാനലിലൂടെ കണ്ടുമുട്ടുവാനും പുതിയ അറിവുകൾ പഠിക്കുവാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം ഈ നല്ല മാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ. നാഥൻ എന്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. MK ഫാബ്രിക്സ് റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ വെഡിങ് മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ് അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ.